ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ നല്ല ചൂടൊക്കെ അല്ലേ, ആ സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് ഐസ് സ്റ്റിക്ക് ഉണ്ടാക്കിയെടുത്താലോ. കുറഞ്ഞ ചേരുവകൾ മാത്രം മതി, 2-3 ചേരുവകൾ കൊണ്ട് നമുക്ക് ഐസ് സ്റ്റിക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ തണ്ണിമത്തൻ്റെ പകുതി ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് കട്ടയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പകുതി എടുത്തിട്ട് നമുക്കൊന്ന് ജാറിലിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും അതുപോലെ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കുമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക, മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ അടിച്ചെടുത്ത് നല്ല സ്മൂത്ത് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ട് വരാം. ഞാനിവിടെ ടോട്ടൽ 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും അതുപോലെ ആ ഒരു ടിന്നിന് 1/2 ടിന്നോളം കണ്ടൻസ്ഡ് മിൽക്കുമാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ട് വരാം. കുറച്ച് കട്ടകളുണ്ട്, അതൊന്നും കൂടെ നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ വാട്ടർമെലൺ ഐസ് സ്റ്റിക്ക് ഉണ്ടാക്കേണ്ടത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഓവർനൈറ്റ് ഫ്രീസ് ചെയ്യണം. ഞാനിവിടെ ഡിസ്പോസിബിൾ കപ്സാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഈ ഒരു കപ്പില്ലെങ്കിൽ സ്റ്റീലിൻ്റെ കപ്പായാലും യൂസ് ചെയ്യാം. അതുപോലെ ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ അലുമിനിയം ഫോയിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിവിടെ വൈറ്റ് പേപ്പറാണ് യൂസ് ചെയ്തത്. വൈറ്റ് പേപ്പർ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ ഐസ് സ്റ്റിക്കിന് പകരം വുഡൻ സ്പൂൺ ഉണ്ടായിരുന്നു, അതാണ് യൂസ് ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ ഐസ് സ്റ്റിക്കും വുഡൻ സ്പൂണും ഒന്നും ഇല്ലെങ്കിൽ സാധാരണ നമ്മുടെ സ്റ്റീലിൻ്റെ സ്പൂൺ ഉണ്ടല്ലോ, അതായാലും വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഓവർനൈറ്റ് ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഒരു 8 മണിക്കൂറെങ്കിലും നമുക്കിത് തണുപ്പിച്ചെടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഓവർനൈറ്റാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ വെച്ചിട്ടുള്ള ഐസ് സ്റ്റിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. സിമ്പിളല്ലേ, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കരുത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ റെസിപ്പീസും വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.